E-Master Digital Education App Kerala syllabus 8ാം ക്ലാസ് മുതൽ +2 വരെ. Download now. ഇത് വർമ്മ സാറിന്റെ വീഡിയോ തന്നെ. എന്റെ വീഡിയോ രണ്ടും കണ്ണും കൂടി ഉരുണ്ട് വീഴൂ. എന്നാ കണ്ണ് നിറച്ച് കാണും. ഇതാരും കാണിക്കാതിരിക്കാനുള്ള കൂലിയാ 10,000 രൂപ. നിനക്ക് ചേച്ചി നോക്കിക്കോ. അയ്യോ ഇവിടെ ഉണ്ടോ ഒരു ചേച്ചി. ചേച്ചി നോക്കിക്കോ. മോള് കൊച്ചല്ലേ, എന്നാലും നോക്കിക്കോ. നമ്മളും പ്രതികളാവും. നമ്മള് വിട്ടു. അത് മോനിഞ്ഞു വന്ന് മോനെ അങ്കിളിന് ആ ഫോണും തന്നെ ഇപ്പൊ തരാം. തരാം. ഈ മൊബൈൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ തരാനെന്നാ ഞാൻ മണ്ടനാ? അതാ മുഴു കൂടിയനാ. കഴകപ്പുരന്ന് ഉരുപ്പടി കട്ടത് വർമ്മ സാറും ഇരിക്കുന്ന ഇയാൾ. അതാ പെൺകുട്ടിയുടെ സഞ്ചി വെച്ചതും നിങ്ങൾ രണ്ടും കൂടി. അവ അങ്ങനെ പറഞ്ഞപ്പോ അത് പാവം സ്വർണ്ണമൊന്നും പോലീസ് പിടിച്ചോണ്ട് പോയത് ആ പാവത്തിന്. അതിന്റെ വിധി അല്ല, എന്താ പറയാ. വർമ്മ സാറ് നാടകം കളിക്കുന്നത് കണ്ടോണ്ടിരിക്കുവായിരുന്നു ഞാൻ. എന്തായിരുന്നു ഒരു അഭിനയം. ഞാനിത് പോലീസിനെ കാണിച്ചിരുന്നെങ്കിലേ അവള് രക്ഷപ്പെടുമായിരുന്നു. അയ്യോ, പക്ഷെ അതുകൊണ്ട് എനിക്കൊരു പ്രയോജനവും ഇല്ലല്ലോ. എനിക്ക് ഗുണമുള്ള കാര്യത്തിനെ ഞാൻ നിൽക്കാറുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഒരു 10,000 രൂപ ഇങ്ങെടുത്തുണ്ടോ ബ്രോ? അല്ല, അതിപ്പോ അങ്ങനെ പറഞ്ഞാല് തൽക്കാലം കാശായിട്ട് ചിലതെടുത്തോണ്ട് വാന്ന് എന്തോ നിന്റെ എന്തേ പോയച്ചു വാ. അയ്യോ ഭയങ്കര വെയില്. അവിടെ ഇരിക്കുന്നേ സ്വന്തം വീടായിട്ട് കണ്ടാ മതി. അവിടെ ഇരുന്നോ. എന്തെങ്കിലും മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ചോണ്ട് വരും. മുന്നും പിന്നും നോക്കാതെ നിങ്ങൾ എടുത്ത് ചാടും. ഇപ്പൊ കുടുങ്ങിയില്ലേ? അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? അമ്പലവും തേവരൊന്നും ഇല്ലാണ്ട് നടക്കണവനാ കള്ളുടിയൻ. അവനാ നേരത്തെ അവിടെ. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവനാ വീഡിയോ നാട്ടുകാരെ കാണിച്ചാ ബാലാമണി പുറത്തിറങ്ങുകയും ചെയ്യും, നിങ്ങൾ അകത്താകുകയും ചെയ്യും. ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ കുഴഞ്ഞു പോയല്ലോ എന്റെ കൃഷ്ണ. അതെ, അവനെ പിണക്കണ്ട. ആ 10,000 രൂപ എന്ന് കൊടുത്തേക്ക്. 10,000 രൂപയോ? അമ്മേ, 10,000 രൂപ കൊടുത്ത് പറഞ്ഞയച്ചാ ഈ പ്രശ്നം തീരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എങ്ങനെ? കള്ളൂടിയനാ. കൈ നിറയെ കാശ് കൊടുത്താലേ മൂക്കറ്റം കള്ളു കുടിച്ച് അവിടെ എവിടെയും പോയി കിടക്കും. അതും ശരിയാ. ആ മൊബൈൽ ഫോൺ അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടാവുന്ന വലിയ ഉറപ്പൊന്നുമില്ല. അത് ആർക്കെങ്കിലും കളഞ്ഞു കിട്ടിയാലും മതിയേ ഈ വീഡിയോ ലീക്കാവും. അയ്യോ, കഴിഞ്ഞതൊക്കെ ആൾക്കാർ കണ്ടിട്ട് ഞാൻ കള്ളനാണ്. എനിക്കൊരെത്തും പിടിയും കിട്ടുന്നല്ലോ ദൈവമേ. അയാൾക്ക് കാശ് കൊടുക്കണ്ടെന്നാണോ നീ പറയുന്നേ? കാശ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും അമ്മേ. 10,000 അല്ല, എത്ര വേണമെങ്കിലും തരാന്ന് പോയി പറയണം. നീ എന്താ ഈ പറയുന്നത്? അച്ഛാ, ആ വീഡിയോ ഇവിടെ തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം. ചെയ്യോ? ചെന്ന് പറയ്. ക്യാഷായിട്ട് വല്ലതും ഉണ്ടോ? ഉണ്ടാവും. നീ ഒന്ന് പറഞ്ഞു. അച്ഛൻ ചെല്ല്. എന്നാ ഞാനൊരു ഞെട്ടിക്കുന്ന സത്യം പറയട്ടെ. അത് ശരിക്കും ഞങ്ങളല്ല, ആ ഫോണിനകത്ത് അങ്ങനെ കാണുന്നതാ. അല്ല, നീ ഇവിടെ ഇരുന്ന് കുശലം പറഞ്ഞോണ്ടിരിക്കണോ? അല്ല, ഞാൻ മോനെന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവന്ന് കൊടുക്കടാ. ഏത് മോന്? എന്റെ മോനല്ല, ഈ തിരുമേനിയുടെ മോന്. ഈ മോന്
അതെ അവന്റെ ഒരു കാര്യം. അതെ ഏ? വലിയ ബഹുമാനമൊന്നും കാണിക്കണ്ട. അതെ. ഇവിടെ ഇരുന്നോ, ഏ? സ്വന്തം വീടായിട്ട് കണ്ടാ മതി. ഇരി ബാ. ശ്ശോ, അതൊക്കെ കൂടി. കുഴപ്പമുണ്ടായിട്ടല്ല. അവിടെ ഇരുന്നോ. കാശ് താ. മോനെ, ഓ മോന്റെ അച്ഛൻ തിരുമേനിക്ക് ഉം. മോനെ കുറിച്ച് പരാതികൾ മാത്രമേ പറയാനുള്ളൂ. പാവം. അല്ല, ഈ മോനെ കുറിച്ച് അനാവശ്യമായിട്ട് നടക്കുന്നതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പോ ഞാന് ഒരു കാര്യം ആലോചിക്കുക. എന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തില് ഒരുവനൊരു നല്ല ജോലി തന്നാലോ എന്ന് ആലോചിക്കുക. അല്ല, നമ്മൾ ഈ വെറുതെ നടന്ന് കുടിച്ച് നടക്കുന്നോണ്ടാണല്ലോ ഇങ്ങനെ ഓരോന്നൊക്കെ തോന്നുന്നതൊക്കെ അല്ലേ? അതെ, ഈ വെറുതെ ഇരുന്ന് കള്ളു കുടിക്കണേന്റെ ഒരു സുഖമുണ്ടല്ലോ, അത് വർമ്മ സാറിന് അറിയാൻ മേലാത്തോണ്ടാ. അല്ല, ആ. മോൻ കള്ളു കുടിക്കുമ്പോ വെറുതെ ഇരുന്നോ? പക്ഷെ അല്ലാത്ത സമയത്ത് ജോലിക്ക് പോവാലോ. എനിക്ക് ജോലിയും കൂലിയും ഒന്നും ശരിയാവില്ല. അതെ, ഞാൻ ചോദിച്ച കാശിങ് എടുക്ക്, എനിക്ക് പോണം. മോനെ, മോന്റെ കയ്യിലുള്ള മറ്റേ അതില്ലേ, നേരത്തെ കാണിച്ചു തന്നത്, അതങ്ങ് ഡിലേറ്റ് ചെയ്താൽ മതി. എന്തിനാ നമുക്ക് വെറുതെ അത്? കളഞ്ഞ കണ്ടില്ലേ, അവൻ അത് ഡിലേറ്റ് ചെയ്തു. അതെ, അമ്പലത്തിൽ പോയി എന്റെ അച്ഛൻ തിരുമേനോട് പറഞ്ഞാൽ അത് ശരി. അയ്യ, ഫോണെടുക്കാൻ വന്നിരിക്കുന്നു. പിന്നെ പൊന്മുട്ടയിരുന്ന താറാവിനെ കൊല്ലാനാ? അയ്യടാ, നടക്കുന്ന കാര്യം വല്ലതും പറ വർമ്മ സാറേ. അതെ, ഇയാള് ചോദിക്കുന്ന കാശ് തരാം. അതാണ് പെങ്ങള് പറഞ്ഞത് ന്യായം. ചോദിക്കുന്ന കാശിങ് തന്നാ മതി. തൽക്കാലം ഒരു 10,000 രൂപ. എന്റെ കയ്യിൽ കൂടുതൽ കാശ് നിൽക്കില്ല. ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ കടലാസ് തോണിയെടുത്ത് വെച്ചാൽ അങ്ങനെ ഇരിക്കും. ഷൂക്കെന്നും പറഞ്ഞൊരു ഒറ്റപ്പോക്കല്ലേ, അതുപോലെ ഓട്ടക്കൈ കണ്ട. പിന്നെ വല്ലവന്റെ മുന്നിൽ പോയി ഞാൻ ഇങ്ങനെ കൈ നീട്ടണം. എന്തിനാ ഞാൻ വല്ലവന്റെ മുമ്പിൽ പോയി കൈ നീട്ടുന്നത്? ഈ വീഡിയോ വെച്ച് എനിക്ക് കുറെ കാലം ജീവിക്കാനുള്ളതാ. ഇന്ന് മുതൽ ഇതെന്റെ ബാങ്കാണ്. വർമ്മ ബാങ്ക് മൈ പ്രൈവറ്റ് ലിമിറ്റഡ്. ഓടാടുന്നു. പേടിക്കണ്ട വർമ്മ സാറേ, ഇതിന്റെ വീഡിയോ ഒരൊറ്റ മനുഷ്യൻ കാണത്തില്ല. സാറ് നല്ല രീതിയിൽ എന്നോട് പെരുമാറുന്നത് വരെ ഈ വീഡിയോ ആരും കാണില്ല. മനസ്സിലായോ? എന്നോട് വർമ്മ സാർ എന്ന് ഉടക്കുണ്ടാക്കുന്നു, അന്ന് മാത്രമേ ഞാൻ ഈ വീഡിയോ പബ്ലിക്കാക്കൂ. അല്ല, അത് അങ്ങനെയല്ല. അങ്ങനെയാണ്. അയ്യോ, എന്റെ അന്നദാതാവേ, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അവിടെ ഒന്നുമില്ല കിട്ടോ. അയ്യോ, അപ്പോഴേ ഞാൻ എന്നെയൊന്നും നോക്കുന്നില്ല. കരുതിയായിട്ടുണ്ടാവും, ഭറാടികളല്ലേ. പിന്നെ ഇത് തീർക്കുമ്പോ ഞാൻ ഇനിയും വരാം കേട്ടോ. എന്നാ ചന്ദ്രൻ മാമൻ പോയിട്ട് വരാം മോളെ. പോയിട്ട് വരാട്ടാ. അല്ല, ജ്യൂസ് കുടിച്ചിട്ട് പോയാ മതി, വർമ്മദേഹം പറഞ്ഞായിരുന്നു. എങ്ങനെയെങ്കിലും ഞാൻ ഫിറ്റാവാൻ നിൽക്കുമ്പോ നീ അത് പിരിക്കാൻ വേണ്ടി വന്നേക്കുന്ന ജ്യൂസ് നിന്റെ വർമ്മസാറിന് കൊണ്ട് കൊടുത്താൽ മതി. ഓടാ ഓടാ. വർമ്മദേഹം, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഞാനൊരു ഉഗ്രൻ ഐഡിയ പറയട്ടെ. ആ കുടീനെ നമുക്കങ്ങ് കൊന്നുകളഞ്ഞാലോ? നിന്റെ ഓരോ ഐഡിയ കേട്ടിട്ട് പോനോ പോയി, പണവും പോയി, ഒക്കെ പോയി.
വെറുതെ പറഞ്ഞതല്ലേ. എന്നോട് മിണ്ടണ്ട. അക്കരുണ്ണി എനിക്കിനി കാണാൻ വേണ്ട. കാര്യമായിട്ടാണോ ബാലാമണി പറയണേ? കാര്യമായിട്ട് തന്നെ. അക്കരുണ്ണിയായിട്ട് ഞാൻ ഇനി കൂട്ടില്ല. ഞാൻ പോണോ? പോയിക്കോ. ആയിക്കോട്ടെ, ഞാൻ പോവാം. ഞാൻ പോയാ ബാലാമണി ഇനി എന്നെ കാണില്ല. അക്കരുണ്ണി എന്നെ കാണണ്ടെന്ന് എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയത്. അക്കരുണ്ണിക്കത് വിഷമായിട്ടുണ്ടാവും. എന്നെ സഹായിക്കാൻ ഇനി ആരും വരില്ല എന്നാ തോന്നുന്നത്. എനിക്കിപ്പോ അക്കരുണ്ണിയല്ല, ആരുമില്ല. ഞാനെന്നും പ്രാർത്ഥിക്കുന്ന കൃഷ്ണ പോലുമില്ല ഇപ്പൊ എന്നെ സഹായിക്കാൻ. മയത്തെ ചോദിച്ചാൽ നീ ഉത്തരം പറയില്ലേടി? നിന്നെ കൊണ്ട് പറയിക്കാൻ എനിക്കറിയാം. ഈ മോഷണം മാത്രമല്ല, ഇതിനു മുമ്പ് ചെയ്ത എല്ലാ മോഷണങ്ങളും നിന്നെ കൊണ്ട് പറയിക്കടി. ഈ വടി കൊണ്ട് നല്ലത് കിട്ടുമ്പോ നീ തത്ത പറയുന്ന പോലെ പറഞ്ഞോളൂ. കുറ്റം സമ്മതിക്കുന്നതാണ് നിനക്ക് നല്ലത്. ആഭരണങ്ങൾ മോഷ്ടിച്ചത് നീ അല്ലേടി? സമ്മതിക്കടി. ഞാനല്ല, എനിക്കിത് അറിയില്ല. സത്യമായിട്ടും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ മോഷ്ടിച്ചതല്ലേ പിന്നെ ആഭരണങ്ങൾ എങ്ങനെ നിന്റെ സഞ്ചിയിൽ വന്നു? ഇന്ന് വരെ ചെയ്ത എല്ലാ തെറ്റുകളും നിന്നെ കൊണ്ട് പറയിപ്പിക്കോടി. മാറി നിൽക്കണേ ഇവിടെ. നോക്കടി, എസ് ഐ സാർ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ മര്യാദക്ക് സത്യം പറഞ്ഞോണം, അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ. വാ. തിരുമേനി, തിരുമേനി, ബാലാമണിയെ മോഷണ കുറ്റത്തിന് പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് കേട്ടല്ലോ. ആ കുട്ടി മോഷ്ടിക്കുമെന്ന് തിരുമേനിക്ക് തോന്നുന്നുണ്ടോ? ആ കുട്ടി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷേ യമുനയുടെ ഉരുപ്പിടികൾ പോലീസിന് കിട്ടിയത് ബാലാമണിയുടെ സഞ്ചിന്നാണ്. തിരുമേനി വിശ്വസിക്കുന്നത് പോലെ തന്നെയാ ആ കുട്ടിയിൽ എനിക്കുള്ള വിശ്വാസവും. ഈശ്വരന്മാർക്ക് നിരക്കാത്തതൊന്നും ആ കുട്ടി ചെയ്യില്ല. എന്തോ മറിമായം നടന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ എനിക്കും തോന്നണത്. ബാലാമണിയെ രക്ഷിക്കാൻ എന്താ ഒരു വഴി തിരുമേനി? എനിക്കറിയില്ല ദേവയ്യമ്മേ. കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് യമുന പോലീസിനോട് പറഞ്ഞ ബാലാമണിയെ പോലീസ് വിട്ടയക്കുന്ന എനിക്ക് തോന്നണത്. യമുനയ്ക്ക് അവളുടെ ഉരുപ്പടി കിട്ടിയാ പോരെ? യമുനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. കടകപ്പരയിലുണ്ട്, ഞാനും വരാം. ആ ഒന്ന് നിന്നേ തിരുമേനി. അല്ല, എങ്ങോട്ട് പോകുവാ? അതെ, ശാന്തികാരൻ എപ്പോഴും ക്ഷേത്രത്തിനകത്തുണ്ടാവണം. അതെ, എന്നെ പോലത്തെ ഭക്തന്മാര് വഴിപാട് ചീട്ടുമായിട്ട് വരുമ്പോ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നറിയില്ലേ? പുരുഷ സൂക്തം, ഭാഗ്യ സൂക്തം, നെയ്വിളക്ക് ഒക്കെ ചീട്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടാണെങ്കിലും ദാ അവിടത്തെ ഭഗവാൻ എന്നോടൊന്ന് പ്രസാദിക്കുമോ നോക്കണമല്ലോ. ജന്മം നൽകിയവർക്ക് എന്നെ വേണ്ട. ഒരു തന്തയുണ്ട്,
ഞാനൊന്ന് ചത്ത് കിട്ടിയാ മതിയെന്നാ. എന്താ നാറ്റം? മദ്യപിച്ചോണ്ടാണോ തിരുനാടൽ വന്നു നിൽക്കുന്നേ? അല്ല, അതിരുമ്പോ എന്താ തെറ്റ്? നിങ്ങൾക്ക് അറിയാൻ മേലാത്തോണ്ടാ. ഇതാ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന പുള്ളിക്കാരനുണ്ടല്ലോ, ദൈവമേ, പുള്ളിക്കാരന്റെ ബന്ധുക്കാരൊക്കെ നല്ല വീശായിരുന്നു. ആ, കള്ളു കുടിച്ച് തമ്മിത്തല്ലിയല്ലേ യാദവ വംശം തന്നെ നശിച്ചു പോയത്. ആ, ഞാനും പുള്ളിക്കാരനൊക്കെ ഒരേ വേവിലെന്താ. കുഞ്ഞെ, നിന്റെ ഈ പോക്ക് നാശത്തിലേക്കാ. സന്തോഷം. പ്രാഗി പ്രാഗി എല്ലാവരും കൂടി എന്നെ അങ്ങ് കൊല്ലി. ലേശം കഴിച്ചിട്ട് ക്ഷേത്രത്തിൽ വന്നത് തെറ്റായി പോയെങ്കിലേ ഞാനങ്ങ് പോയേക്കാം. ആ, എന്ന് വെച്ച് ഷീട്ടാക്കിയ വഴിപാടൊന്നും ചെയ്യാണ്ടിരിക്കണ്ട. ആയിക്കോട്ടെ, അറിയാവോ? മറന്നല്ല, ദക്ഷിണ വേണ്ടേ? ഇതിനു മുന്നേ ആരേലും 1000 രൂപ ദക്ഷിണ തന്നിട്ടുണ്ടോ? ചേപ്പാട്ടെ, തന്നിട്ടുണ്ടോ? ചേപ്പാടാ, പിന്നെ കാശ് മുഴുവനും നശിപ്പിച്ചൊന്നും കളയരുത്. ഒരു നല്ല മുണ്ട് വാങ്ങിച്ചങ്ങ് ഉടുത്തോ. വല്ലതും അറിയോ? ഒരു ഉത്തരവാദിത്വം ഇല്ല. എല്ലാ കാര്യവും ഞാൻ തന്നെ നോക്കണം. അല്ല, തിരുമേനി സങ്കടപ്പെടണ്ട, ഞാൻ ചെന്ന് യമുനെ കണ്ടോളാം. ഒരു പെൺകുട്ടിയല്ലേ മോളെ, ജയിലിൽ കിടക്കേണ്ടി വന്ന ആ കുട്ടിയുടെ ഭാവി പിന്നെ എന്താവും? നിങ്ങൾക്ക് കിടക്കാൻ വേണ്ടി സ്വന്തം സ്ഥലം ഒഴിഞ്ഞു തന്നവളാ ബാലാമണി. ആ നന്ദിയെങ്കിലും നിങ്ങൾ ആ കുട്ടിയോട് കാണിക്കണം. ബാലാമണിക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്ന് ഞങ്ങൾക്കറിയാം മുത്തശ്ശി. അവൾ അവളുടെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കാരണം ചെയ്തു പോയതായിരിക്കാം. അവൾക്ക് ശിക്ഷ കിട്ടണമെന്നൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. യമുനെ, നീ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ല്. നമുക്ക് പരാതി ഇല്ലെന്ന് പറ. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്താൽ നമ്മളും കയറി ഇറങ്ങേണ്ടി വരും കോടതിയിൽ. മെനക്കേടാ. ആഭരണങ്ങൾ കോടതിയിലെത്തിയാൽ അത് നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ മാസങ്ങൾ എടുക്കും. ഞാൻ ഒറ്റയ്ക്കോ? അതും പോലീസ് സ്റ്റേഷനിലേക്ക്? പ്രദീപും കൂടെ വാ. അത്രയും ദൂരം നടക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. ഓട്ടോക്കൂലിക്കുള്ള കാശ് പോലും ഇല്ലല്ലോ നമ്മുടെ കയ്യില്. മോളെ, ഞാൻ കൂടെ വരാം. നീ വേഗം ഇറങ്ങാൻ നോക്ക്. വേണ്ട, മുത്തശ്ശി ഇവിടെ ഇരിക്കെ, ഞാൻ പോയിട്ട് വരാം. പ്രദീപേ, പുറത്തേക്കൊന്നും ഇറങ്ങരുതേ. ഞാൻ എന്തിനു പുറത്തേക്ക് ഇറങ്ങണം? പുറത്തിറങ്ങിയാൽ ഇവിടെ ഇരുന്നാലും കാണുന്നത് ഒന്ന് തന്നെയാ, ഇരുട്ട്. നീ പെട്ടെന്ന് പോയിട്ട് വാ. ശരി മുത്തശ്ശി. കുട്ടിക്കൊന്നും വരുത്തരുത്.